Hello everyone, Business Buzz Plus ന്റെ മിനി MBA സീരീസിലെ ഏഴാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബിസിനസ്സുകളുടെ ലൈസൻസും രജിസ്ട്രേഷൻസിൻ്റെയും കണ്ടിന്യൂഷൻ ആണ്. ഇത് ഫൈനൽ വീഡിയോ ആണ് രജിസ്ട്രേഷൻസും ലൈസൻസും സംബന്ധിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് ഏത് രജിസ്ട്രേഷൻസ് അല്ലെങ്കിൽ ലൈസൻസസ് ആണോ ആവശ്യം അത് മാത്രം നിങ്ങൾ എടുത്താൽ മതിയാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ ലൈസൻസ് എടുക്കണ്ട എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ കഴിഞ്ഞ 2 വീഡിയോസും ഈ വീഡിയോയും നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഈ ഒരു മിനി MBA സീരീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോസും ഒരു പ്ലേലിസ്റ്റാക്കി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐക്കാർഡിൽ കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏഴാമത്തെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ടുള്ളത് ജില്ലാ ടൗൺ പ്ലാനറുടെ അനുമതിയാണ്. 1500 സ്ക്വയർ മീറ്ററിലധികമുള്ള കെട്ടിടങ്ങൾക്ക് ജില്ലാ ടൗൺ പ്ലാനറുടെ അനുമതി ആവശ്യമാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി 8ാമതായി പരിചയപ്പെടുന്നത് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അനുമതിയെ കുറിച്ചിട്ടാണ്. ആശുപത്രികൾ, പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ, ലാബുകൾ എന്നിവയ്ക്ക് മാത്രമേ DMOയുടെ അനുമതി ആവശ്യമുള്ളൂ. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ബന്ധപ്പെട്ട ജില്ലാ ഓഫീസിൽ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ബാധകമായ സംരംഭങ്ങൾ വരുന്നത് ആശുപത്രികൾ, സ്കാനിംഗ് സെൻ്ററുകൾ, നഴ്സിംഗ് ഹോം, പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങൾ, മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങൾ, ലാബുകൾ മുതലായവയാണ്. ഇനി അടുത്തതായിട്ട് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിൽ നിന്നും എടുക്കേണ്ട അനുമതികളെ കുറിച്ചിട്ടാണ്. പ്രീ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അനുമതിയും ലൈസൻസും സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നവർ എടുക്കേണ്ടതായിട്ടുണ്ട്. വാടക കെട്ടിടമാണെന്നുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റും ലൈസൻസും എടുക്കണം. വൈദ്യുതി ഉപയോഗിക്കുന്ന സംരംഭങ്ങളിൽ 10-ലധികം തൊഴിലാളികൾ ഉണ്ടെങ്കിലും വൈദ്യുതി ഉപയോഗിക്കാത്ത സംരംഭങ്ങളിൽ 20-ലധികം തൊഴിലാളികൾ ഉണ്ടെങ്കിലും ലൈസൻസ് എടുക്കണം. 25 ലക്ഷത്തിന് മുകളിൽ അളവിലുള്ള ബോയിലറുകൾ ഉപയോഗിക്കുന്ന സംരംഭങ്ങളും ലൈസൻസ് എടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. ഇനി അടുത്തതായിട്ട് അഗ്രികൾച്ചർ വകുപ്പിൽ നിന്നും എടുക്കേണ്ട അനുമതികളെ കുറിച്ചിട്ടാണ്. വളം, കീടനാശിനിയുടെ നിർമ്മാണവും സംഭരണവും വിതരണവും നടത്തുന്നവർ ലൈസൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള ലൈസൻസ്, കെട്ടിടത്തിൻ്റെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, കമ്പനി നൽകുന്ന ഉൽപ്പന്നങ്ങളുടെ ലിസ്റ്റ് എന്നിവയുമായി BSc കെമിസ്ട്രി അഥവാ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഹ്രസ്വകാല പ്രത്യേക കോഴ്സ് പൂർത്തിയാക്കിയവർ, റിട്ടയർ ചെയ്ത കൃഷി ഓഫീസർമാർ എന്നിവർക്ക് അടുത്തുള്ള കൃഷിഭവനിൽ 1250 രൂപ ഫീസ് അടച്ച് അപേക്ഷിക്കാവുന്നതാണ്. www.kswift.kerala.gov വഴിയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്തത് എക്സൈസ് വകുപ്പിൽ നിന്നും എടുക്കേണ്ട അനുമതികളെ കുറിച്ചാണ്. സ്പിരിറ്റുമായി ബന്ധപ്പെട്ട നിർമ്മാണവും സംഭരണവും വിതരണവും നടത്തുന്നവർക്ക് ലൈസൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. മദ്യനിർമ്മാണം, ആയുർവേദ ആസവ അരിഷ്ട നിർമ്മാണം, സാനിറ്റൈസർ നിർമ്മാണം മുതലായ സംരംഭങ്ങൾ നടത്തുന്നവർക്ക് ബന്ധപ്പെട്ട എക്സൈസ് സർക്കിൾ ഓഫീസിൽ നിന്നും ഫീസ് അടച്ച് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്ത മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ നിന്നുള്ള അനുമതികളെ കുറിച്ചാണ്. മണ്ണ്, പാറ അധിഷ്ഠിത ഖനനവും സംഭരണവും വിതരണവും നടത്തുന്നവർ ലൈസൻസ് എടുക്കണം. കരിങ്കല്ല്, വെട്ടുകല്ല് എന്നിവയും അവയുടെ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നവരാണ് കൂടുതലായി ഇതിൻ്റെ പരിധിയിൽ വരുന്നത്. വില്ലേജ് ഓഫീസിൽ നിന്നുമുള്ള ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, സർവേ മാപ്പ് മുതലായവയോടൊപ്പം അപേക്ഷ ബന്ധപ്പെട്ട ജില്ലാ ഓഫീസിൽ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. കെട്ടിട നിർമ്മാണത്തിൻ്റെ ഭാഗമായി സ്ഥലം ഒരുക്കുന്നതിന് വേണ്ടി മണ്ണ്, പാറ മുതലായവ സ്ഥലത്തു നിന്ന് നീക്കം ചെയ്യേണ്ട സാഹചര്യത്തിലും അനുമതി ആവശ്യമായി വരാം. അടുത്തത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിനെ കുറിച്ചാണ്. അടുത്തതാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്. 10 kVAക്ക് മുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാതരം സംവിധാനങ്ങളും സ്ഥാപിക്കുന്നതിന് മുമ്പ്, ഉദാഹരണത്തിന് ജനറേറ്റർ, സോളാർ പ്ലാന്റ് മുതലായവ, കൂടാതെ പ്രത്യേകം ട്രാൻസ്ഫോമറുകൾ എന്നിവ സ്ഥാപിക്കുന്നതിന് മുൻകൂർ അനുമതി നേടേണ്ടതായിട്ടുണ്ട്. 10 മീറ്ററിലധികം ഉയരമുള്ള കെട്ടിടങ്ങൾക്ക് സുരക്ഷാ അനുമതി ആവശ്യമാണ്. ഇലക്ട്രിക്കൽ കോൺട്രാക്ടറുടെ കംപ്ലീഷൻ റിപ്പോർട്ട്, ഡ്രോയിങ്, അഫിഡവിറ്റ് എന്നിവയോടൊപ്പം അപേക്ഷ ബന്ധപ്പെട്ട ജില്ലാ ഓഫീസിലാണ് സമർപ്പിക്കേണ്ടത്. പ്രാഥമിക പരിശോധനയും അന്തിമ പരിശോധനയും നടത്തി മാത്രമാണ് അനുമതി നൽകപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് എക്സ്പ്ലോസീവ് വകുപ്പിൻ്റെ അനുമതിയെക്കുറിച്ചാണ്. 50 കിലോ വരെ സ്ഫോടന വസ്തുക്കൾ ഉപയോഗിക്കുന്ന സംരംഭങ്ങൾ ബന്ധപ്പെട്ട ജില്ലാ കളക്ടറിൽ നിന്നോ അതിന് മുകളിലുള്ളവ ചീഫ് കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവ് ചെന്നൈയിൽ നിന്നോ അനുമതി നേടണം. ആധാർ കാർഡ്, ഫോട്ടോ, പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട്, ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നുള്ള NOC, അതുപോലെ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനുള്ള സൗകര്യം സംബന്ധിച്ച വിവരങ്ങൾ എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. 1 വർഷം കാലാവധിക്കാണ് ഇത് ലഭിക്കുന്നത്. താൽക്കാലിക ലൈസൻസും ചെറിയ കാലയളവിലേക്ക് ലഭിക്കുന്നതാണ്. അടുത്തത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ അനുമതിയെക്കുറിച്ചാണ്. 300 സ്ക്വയർ മീറ്റർ വരെ വിസ്തൃതിയുള്ള കെട്ടിടങ്ങൾക്ക് അനുമതി ആവശ്യമില്ല. 300 സ്ക്വയർ മീറ്റർ മുതൽ
1000 സ്ക്വയർ മീറ്റർ വരെയുള്ള 15 മീറ്ററിൽ അധികരിക്കാത്ത കെട്ടിടങ്ങൾക്ക് സെൽഫ് ഡിക്ലറേഷനും ഫയർ എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിൻ്റെ സർട്ടിഫിക്കറ്റോടുകൂടി അപേക്ഷിക്കാവുന്നതാണ്. 1000-ലധികം സ്ക്വയർ മീറ്റർ വിസ്തൃതിയുള്ളതോ 15 മീറ്ററിലധികം പൊക്കവുമുള്ളതോ ആയ കെട്ടിടങ്ങൾക്ക് മുൻകൂർ അനുമതി വാങ്ങിയിരിക്കേണ്ടത് നിർബന്ധമാണ്. ഫയർ പ്ലാന്റ്, സൈറ്റ് പ്ലാൻ എന്നിവ അപേക്ഷയോടൊപ്പം നിശ്ചിത ഫീസ് അടച്ച് കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലപരിധിയിലെ സ്റ്റേഷൻ ഓഫീസർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ബഹുനില കെട്ടിടങ്ങൾക്ക് KMBR അല്ലെങ്കിൽ KPBR പ്രകാരം ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും NOC ലഭിക്കുന്നതിനുള്ള അപേക്ഷ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന നൽകേണ്ടതില്ല. കെട്ടിട ഉടമയ്ക്ക് പ്രസ്തുത അപേക്ഷ ബന്ധപ്പെട്ട സ്റ്റേഷൻ ഓഫീസർമാർക്ക് നേരിട്ട് നൽകാവുന്നതാണ്. ഫയർ സേഫ്റ്റി ക്ലിയറൻസ് ഫോർ സൈറ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രൂവൽ എന്നിവ പിൻവലിക്കുകയും NOC ഫോർ ബിൽഡിംഗ് പെർമിറ്റ്, NOC കംപ്ലീഷൻ എന്നിവ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് 2020 ഒരു അമെൻമെൻറ്റ് പ്രകാരമാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഇനി അടുത്തത് ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള അനുമതിയെക്കുറിച്ചാണ്. മരുന്ന്, ആയുർവേദ മരുന്നുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണ, സംഭരണ, വിതരണ സ്ഥാപനങ്ങൾക്കായിട്ടുള്ള അനുമതി ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്. നിർമ്മാണ അനുമതി സംസ്ഥാനതല ഓഫീസിൽ നിന്നും മറ്റു അനുമതികൾ അതത് മേഖലാ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. അവസാനമായി വനം വകുപ്പിൽ നിന്നുള്ള അനുമതിയെക്കുറിച്ചാണ്. ചെറുകിട മര അധിഷ്ഠിത വ്യവസായങ്ങൾ, ഇറക്കുമതി തടി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യൂണിറ്റുകൾ, തടി പ്രോസസ്സിംഗ്, തെങ്ങ്, പന അധിഷ്ഠിത വ്യവസായങ്ങൾ എന്നിവയ്ക്ക് വനം വകുപ്പിൻ്റെ ലൈസൻസ് ആവശ്യമാണ്. വനം വകുപ്പിൻ്റെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ലൈസൻസിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിൻ്റെ അനുമതി എന്നിവ നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷയോടൊപ്പം മതിയായ ഫീസ് സഹിതം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്കാണ് സമർപ്പിക്കേണ്ടത്. ലൈസൻസ് പുതുക്കുന്നതിനും കൈമാറുന്നതിനും നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ജില്ലാ വനം വകുപ്പ് ഓഫീസർക്കാണ് സമർപ്പിക്കേണ്ടത്. ലൈസൻസ് പുതുക്കുന്നതിന് കാലാവധി പൂർത്തിയാക്കുന്നതിന് 3 മാസം മുമ്പ് അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. മര അധിഷ്ഠിത സ്ഥാപനങ്ങളുടെ ജില്ലാന്തര മാറ്റത്തിന് സംസ്ഥാന തല കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി ആവശ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.forest.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിലവിൽ പുതിയതായി തടിമില്ലുകൾക്ക് അനുമതി നൽകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായി പറഞ്ഞിരിക്കേണ്ട അനുമതികൾ അല്ലെങ്കിൽ ലൈസൻസുകൾ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സംരംഭകൻ എന്ന നിലയ്ക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അനുമതികളും ലൈസൻസുകളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ എഴുതി അറിയിക്കുക. അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.